ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കുക, കരയണമെങ്കിൽ കരയുക, തെറ്റുപറ്റി എന്ന് തോന്നുമ്പോൾ തിരുത്തുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ കഴിയുകയുള്ളൂ. ഒന്നിനെയും കൂടെ കൂട്ടേണ്ടതില്ല. എല്ലാ സമയവും കടന്നു പോകാനുള്ളതാണ്. ഒരു പ്രാവശ്യം ജയിക്കാനായി നിങ്ങൾ പല തവണ തോൽക്കേണ്ടി വരും. എല്ലാത്തിലും പരാതി പറഞ്ഞു നടക്കുന്നവർ വിജയം അർഹിക്കുന്നില്ല. നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികളുണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ അവർക്കും ഉണ്ടാകണം. ഒറ്റയ്ക്ക് നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് തിരിഞ്ഞു നടക്കുന്നത് മനസ്സിൽ ഒരു വിങ്ങലാണ്. വാക്കുകളിലെ ദയ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നു. ചിന്തകളിലെ ദയ പ്രതീക്ഷ സൃഷ്ടിക്കുന്നു. മറ്റുള്ളവർക്ക് നൽകുന്നതിലെ ദയ സ്നേഹം സൃഷ്ടിക്കുന്നു. ഊഹങ്ങൾ തെറ്റിയേക്കാം, പക്ഷേ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റില്ല. കാരണം ഊഹം നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പവും അനുഭവം ജീവിത പാഠവുമാണ്. ഒരു സ്ത്രീക്ക് പുരുഷനിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും മനോഹരമായ കാര്യം സ്നേഹവും സംരക്ഷണവുമാണ്. സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും സ്വീകരിക്കാനും ആരും കാണില്ല. അതിനാൽ ദുഃഖത്തിൽ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നവരെ ഒരിക്കലും കൈവിടാതിരിക്കുക. പ്രശ്നങ്ങളിൽ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. കാരണം സ്വയം തിരിച്ചറിയാനും ഉയർന്നു വരുവാനും നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെയും നിങ്ങളോടൊപ്പം നിൽക്കുന്നവരെയും കണ്ടെത്താൻ കഴിയുക. ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ഒരിക്കലും അകറ്റി നിർത്തരുത്. കാരണം അവരുടെ സ്നേഹം അത്രത്തോളം സത്യവും അതിരില്ലാത്തതുമായിരിക്കും. ഉണ്ണുന്ന ഭക്ഷണത്തിൻ്റെ മേന്മയോ ഉടുക്കുന്ന വസ്ത്രത്തിൻ്റെ വിലയോ ഉറങ്ങുന്ന വീടിൻ്റെ വലിപ്പമോ അല്ല. ഏത് തരത്തിലാണെങ്കിലും സന്തോഷമായി ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ അതാണ് ജീവിത വിജയം. സഹായിക്കുക എന്നത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല, വാക്കുകൾ കൊണ്ടും പെരുമാറ്റങ്ങൾ കൊണ്ടും ഉപദ്രവിക്കാതിരിക്കലും വലിയ സഹായം തന്നെയാണ്. മോശം സമയത്തെയും നമ്മൾ ഇഷ്ടപ്പെടണം. കാരണം അപ്പോഴാണ് ശരിക്കും നമ്മൾക്ക് മനസ്സിലാകുന്നത് ആരെയാണ് നമ്മൾ സ്വന്തം എന്ന് വിളിക്കേണ്ടതെന്ന്. ഉപകാരങ്ങൾക്കെന്നും ഓർമ്മശേഷി കുറവാണ്. ചെയ്തതൊക്കെ അധികം പേരും അങ്ങ് മറന്നു പോകും. ചെയ്യാൻ മറന്നതൊക്കെ എണ്ണി എണ്ണി ഓർത്തിരിക്കും. കഴിഞ്ഞുപോയ ദിനങ്ങളെല്ലാം നല്ലതിനായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കൈവിട്ടു പോയതൊക്കെ നഷ്ടങ്ങളായിരുന്നുവെന്ന് ചിന്തിക്കാതെ ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ജീവിതം. ഒരു ചോദ്യം പൂർണ്ണമായും മനസ്സിലാക്കുന്നത് പകുതി ഉത്തരമറിയുന്നതിന് തുല്യമാണ്. അനുഭവങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും പഠിച്ചിട്ടുള്ള പാഠങ്ങളാണ് എന്നും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സമാധാനം ലഭിക്കുന്നതാണ്. ചിലരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ എത്ര ആത്മാർത്ഥത കാണിച്ചാലും അവരെ മനസ്സിലാക്കാൻ നിങ്ങളുടെ മനസ്സ് സമ്മതിച്ചെന്നു വരില്ല. കാരണം തെറ്റുകൾ ക്ഷമിക്കാൻ എളുപ്പമാണ്, തകർന്ന വിശ്വാസം പുനഃസ്ഥാപിക്കാൻ പ്രയാസമാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ മനസ്സാണ്. മനസ്സ് തളരുമ്പോഴാണ് ശരീരം തളരുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ഉറച്ച മനസ്സോടെ നേരിടാൻ സാധിക്കണം. ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യരുത്. കാരണം അവരൊന്നും ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ കാണുമെന്ന് ഒരു ഉറപ്പുമില്ല. വിജയിക്കാൻ നിങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും നിങ്ങളെ പിന്തുടരില്ല. കാലത്തിനു മായ്ക്കാൻ കഴിയാത്ത സത്യമാണ് സ്നേഹം. എന്നാൽ മനസ്സിനെ വേദനിപ്പിക്കാൻ കാലം തിരഞ്ഞെടുത്ത മൂർച്ചയുള്ള ആയുധവും സ്നേഹം തന്നെയാണ്. നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് മുമ്പിൽ എങ്ങനെയൊക്കെ മനസ്സ് തുറന്നിട്ടും ഒരു പ്രയോജനവും ഉണ്ടായേ എന്ന് വരില്ല. ഈ ലോകത്തിൽ ഒന്നും സ്ഥിരമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കാതിരിക്കുക.
കാരണം സാഹചര്യം എത്ര മോശമായാലും മാറ്റങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.